ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെയാണ് സർ ഐസക് ന്യൂട്ടൻ്റെ പരീക്ഷണശാല. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആപ്പിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ആ വൃക്ഷം ഇതാണെന്നൊക്കെയാണ് അവർ പറഞ്ഞിവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചലന നിയമം, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ്. എല്ലാ ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ബൈബിളിലും അങ്ങനൊരു ചിന്തയുണ്ടെന്ന്. ഗലാത്യലേഖനം 6:7 നമ്മൾ വായിക്കുന്നത്, മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. ഭക്തനായിരുന്നു അദ്ദേഹം. കണ്ണു കാണാൻ കഴിയാതിരുന്ന തൻ്റെ പിതാവിനെ ജ്യേഷ്ഠന്റെ വസ്ത്രം ധരിച്ച് ജ്യേഷ്ഠനാണെന്ന് കാണിച്ചാണ് താൻ അപ്പനെ വഞ്ചിച്ചത്. കാലങ്ങൾ പലത് കഴിഞ്ഞു. 12 മക്കളിൽ താൻ ഏറ്റവും സ്നേഹിച്ച യോസഫിനെ കാട്ടുമൃഗം കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വസ്ത്രവുമായിട്ട് തൻ്റെ മക്കൾ വരുന്നൊരു രംഗമുണ്ട്. ആ വസ്ത്രം കണ്ട് യാക്കോബ് പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ യോസഫ് അപ്പോഴും ജീവിക്കുന്നു എന്നുള്ള സത്യം ദൈവം അവനോട് പറഞ്ഞില്ല. ഒരു വസ്ത്രം ഉപയോഗിച്ച് പിതാവിനെ കളിപ്പിച്ച യാക്കോബ് മക്കൾ തനിക്ക് ജനിച്ചപ്പോൾ മറ്റൊരു വസ്ത്രം കാണിച്ച് ഇവിടെ തന്നെ കളിപ്പിക്കുകയാണ്. താൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളുമെല്ലാം നല്ലതായിരിക്കട്ടെ. അതെല്ലാം ഒരു വിതയാണ്. അതൊക്കെ നാം കൊയ്തിട്ട് മാത്രമേ ഇവിടുന്ന് കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലത് വിതയ്ക്കാം, നല്ലത് കൊയ്യാം.